നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന ഗൂഗിൾ മാപ്പിനെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറുന്ന കയറ്റത്തില് ഏകദേശം 42 മിനിറ്റോളം നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങും എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ കാണിച്ചു. അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഈ ഗൂഗിൾ മാപ്പിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാൻ അറിയാത്തവർ ഉപയോഗിക്കുമ്പോഴാണ്. ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വരെ എത്തുന്നത് എത്ര സമയം കൊണ്ടാണെന്ന് അറിയാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൽപ്പറ്റ മുതൽ സുൽത്താൻ ബത്തേരി വരെ നമ്മൾ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് കൽപ്പറ്റയിൽ നിന്നും നമുക്ക് സുൽത്താൻ ബത്തേരി എത്തും എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. അപ്പൊ എല്ലാവരും പറയും അത് ഫേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആവറേജ് ടൈം വെച്ച് കാണിക്കുന്നതായിരിക്കാം എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അതിന് മുന്നേ പോയിട്ടുള്ള വാഹനങ്ങളുടെ ഡാറ്റ എടുത്തുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ പോകുന്നു, അതുപോലെ ഈ റൂട്ടിൽ ഒരു 4-5 വണ്ടികൾ പോകുന്നു, ഈ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ റൂട്ടിൽ പോകുന്നു. അങ്ങനെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കകത്തും ഈ സ്മാർട്ട് ഫോൺ ഉണ്ടാവുമല്ലോ. ആ സ്മാർട്ട് ഫോണിനകത്ത് ലൊക്കേഷൻ പെർമിഷൻ എനേബിൾഡ് ആയിരിക്കും. ആ ലൊക്കേഷൻ പെർമിഷൻ എനേബിൾ ചെയ്യുന്നത് വഴി ആ റൂട്ടിൽ ഈ വാഹനങ്ങൾ എത്ര സമയം കൊണ്ട് സഞ്ചരിച്ചാണ് ഇത്രയും ദൂരം കവർ ചെയ്യുന്നുള്ളൊരു ആവറേജ് ഡാറ്റ ഉണ്ടാക്കും. ആ ഡാറ്റ വെച്ചിട്ടാണ് നമ്മളെ കാണിക്കുന്നത് ഇത്ര സമയം കൊണ്ട് നമ്മൾ എത്തും എന്നുള്ളത്. പലരും പറയാറുണ്ട് ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ കുളത്തിൽ വീഴും, കായലിൽ വീഴും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകൾക്ക് വേറെ സെറ്റിംഗ്സും ബൈക്കുകൾക്ക് വേറെ സെറ്റിംഗ്സും നടക്കുന്നവർക്ക് വേറെ സെറ്റിംഗ്സും ഒക്കെ ചെയ്യാനുണ്ട് ഗൂഗിൾ മാപ്പിനകത്ത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മൾ ബൈക്ക് പോകുന്ന സെറ്റിംഗ്സ് എടുത്തിട്ട് കാറിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ചെറിയ ഇടുങ്ങിയ വഴിയായിരിക്കും, കാറിന് പോകാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ അവിടെ കിടന്നിട്ട് തിരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ളവര് അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്താണ് ഈ ഗൂഗിൾ മാപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും റോഡിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുക, പെട്ടെന്ന് റോഡ് ഇടിഞ്ഞു വീഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാലം പണി കാരണം അടയ്ക്കുക, റോഡ് പണി കാരണം അടയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. ചില യാത്ര ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് നിങ്ങൾ പോകുമ്പോഴത്തേനും ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡ് അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് ഇത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നു, ഈ റോഡ് ക്ലോസ് ആയെന്നുള്ളത്. അങ്ങനെ ഒരു 4-5 പേര് അവിടെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് ക്ലോസ്ഡ് ആണെന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കും. എന്നിട്ട് പാരലായിട്ട് നമുക്ക് വേറെ റൂട്ട് അതിനകത്ത് കാണിച്ചു തരികയാണ് ചെയ്യുക. ഇപ്പൊ യാത്രകൾ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ടൗണിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറം സ്ഥലം വരെ പോകണമെങ്കിൽ എവിടെയാണ്, ഏത് റൂട്ടാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പണ്ട് ചോദിച്ചു പോകണമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോ ഡ്രൈവറോട് ചോദിക്കുന്നു, ആ ഡ്രൈവർ പറയുന്നു അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിയണം എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിച്ച് ഓരോ വളവെത്തുമ്പോഴും നമ്മൾ ചോദിച്ചു പോരുന്നത് ലൊക്കേഷൻ അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് ആ സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഷോപ്പിന്റെയോ നമ്മൾ പോകേണ്ട സ്ഥലത്തിന്റെയോ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൽ നോക്കിക്കൊണ്ട് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എത്താൻ സാധിക്കും. ടൗണിലുണ്ടാകുന്ന ട്രാഫിക്കിനെ പോലും അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർ വഴി ചോദിക്കാൻ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പുറകെ വരുന്ന വാഹനങ്ങൾ സ്ലോ ആയി പോകും. അതുകൊണ്ട് ഈ നാവിഗേഷൻ വെച്ചിട്ട് നേരെ അങ്ങ് പോയാൽ മതി. അപ്പൊ ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. ദോഷങ്ങൾ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ അറിയാത്തവര് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഇൻസിഡൻസുകൾ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ ഇതൊക്കെയാണ് ദോഷങ്ങളായിട്ട് വരുന്നത്. അപ്പൊ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുക തന്നെ വേണം. ഇപ്പൊ നിങ്ങൾ ടാക്സിയൊക്കെ ഓടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യൂബർ ടാക്സി എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായിട്ടുള്ള പഴയ ടാക്സി ഡ്രൈവർമാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരും ഇതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂബർ ഓടാൻ സാധിക്കും. യൂബറിൽ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നാവിഗേഷനിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് കാണിച്ച അതേ സ്ഥലത്ത് ഇതാ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് കാണും. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നീങ്ങുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ തന്നെ ഏകദേശം ഒരു 45 മിനിറ്റോളം എടുക്കുമെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഒഴിവാവാൻ. ഇതിനിടയിൽ കൂടെ രോഗികളുമായിട്ട് പോകുന്ന ആംബുലൻസുകളുടെ സൈറൻ കേൾക്കാം. പക്ഷേ ഒരു രീതിയിലും ഈ ചെറിയൊരു വീതി കുറഞ്ഞ ചുരത്തിനകത്ത് കൂടെ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിലാണ് ആംബുലൻസ് ഇറക്കം പോകുന്നത്. വീണ്ടും ആംബുലൻസ് വന്നു. ഏകദേശം 35 മിനിറ്റോളം നമ്മൾ ഈ ബ്ലോക്കിൽ കിടന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അടുത്തൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.